ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഫിഷ് ബോളാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് നമുക്കൊരു സ്റ്റാർട്ടറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. ഫിഷ് ആയതുകൊണ്ട് നല്ല ദശക്കട്ടിയുള്ള മീൻ എടുക്കുന്നതാണ് ഉചിതം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയലയാണ്. മുള്ളെല്ലാം നന്നായിട്ട് നീക്കിയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിഷ് ബോൾ തയ്യാറാക്കാൻ വേണ്ടിയുള്ള മീൻ ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം തിളച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ അയലയാണ് എടുത്തിരിക്കുന്നത്, ഒരു 6 അയല എടുത്തിട്ടുണ്ട്. അത് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് മീൻ വെന്ത് കഴിയും. അതിനുശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. അതിനുശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് ഈ മുള്ളിൽ നിന്ന് നമുക്ക് ഈ മീൻ എല്ലാം അടർത്തിയെടുക്കണം. അങ്ങനെ അടർത്തിയെടുത്തിരിക്കുന്നതാണിത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ഉരുളക്കിഴങ്ങാണ്. അത് ഞാൻ പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം. ഇനിയും പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയും ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങ് ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്നും വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നേച്ചാൽ മതി. അതും ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്, ഇതിലേക്ക് 1.5 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഫിഷ് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചകുത്തിലൊന്ന് മാറണം. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുള്ളെല്ലാം കളഞ്ഞ്, മീനായ കാരണം മുള്ള് ധാരാളമായിട്ട് കാണും, പ്രത്യേകിച്ച് അയലയൊക്കെ ആകുമ്പോൾ എല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് മുള്ളെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് കുത്തി പൊടിച്ചു ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിവിടെ മീൻ വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോൾസ് തയ്യാറാക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം എടുക്കാം. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബോൾസ് അതിനകത്തിട്ടൊന്ന് മുക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 4 സ്ലൈസ് ബ്രെഡ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ബ്രെഡ് ക്രംസ് നമുക്ക് അല്ലെങ്കിൽ റസ്ക് പൊടിയാണെങ്കിലും മതി. അപ്പോൾ ഞാനിവിടെ ബ്രെഡാണ് എടുത്തിട്ടുണ്ട്, 4 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊടിച്ച് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മിക്സ് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പം ചില സമയത്ത് ഈ അയലേക്ക് ആയതുകൊണ്ട് ചെറിയ ഉള്ളുകൾ കാണും. നമ്മുടെ കയ്യിലൊക്കെ കുത്തി കൊള്ളുന്നതായിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. എന്നാലും നമ്മൾ കഷ്ണം മീൻ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതിലേക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുള്ളൊക്കെ നോക്കിയതിന് ശേഷം മാറ്റിയതിന് ശേഷം വേണം ഇത് തയ്യാറാക്കി എടുക്കാനൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോഴും നമുക്ക് കയ്യിലൊക്കെ കൊള്ളുവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ എല്ലാ ബോൾസും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ടിരിക്കും. ഇപ്പം ഞാൻ വെക്കുന്നില്ല, ഞാൻ ഇനിയിപ്പം എണ്ണ ചൂടാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അത് ആദ്യമേ ഒരു 3 എണ്ണം ഒക്കെ ഇട്ട് മതിയായിരുന്നു, ഞാനൊരു 5 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പുറത്തെ കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ബാക്കി അകത്തുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കുക്ക് ചെയ്തെടുത്തതാണ്.
അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ നമ്മൾ ബാക്കിയിരിക്കുന്ന ബോൾസും എല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റിയാണ്. പലതരം ബോൾസ് ഞാൻ ഉണ്ടാക്കി ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്നാക്സിൻ്റെ കുറേ റെസിപ്പീസ് ഉണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.